വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്ന്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണക്കുകൂട്ടലുകൾ തെറ്റി ജനം തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി. തലസ്ഥാന നഗരിയിലേക്ക് കേരളം ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു നമുക്ക് മുന്നിൽ. ജനസാഗരം തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഒരു വേള ആ പന്തലിനവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം വലിയ ജനാവലി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കടന്നു വരുമ്പോൾ നിലയ്ക്കാത്ത കയ്യടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ മുഴങ്ങിയ കരഘോഷം കർണപുടങ്ങൾ പോലും പൊട്ടിക്കുന്ന തലത്തിൽ. സത്യപ്രതിജ്ഞയ്ക്കായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജനാവലി ഇളകി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരൊക്കെ വേദിയിലേക്ക്. നിറഞ്ഞു കവിഞ്ഞ സെൻട്രൽ സ്റ്റേഡിയത്തെ നോക്കി വി.എം. സുധീരൻ പറയുന്നു, ഹൈക്കമാൻഡിന് തെറ്റുപറ്റിയില്ല. സ്റ്റേഡിയത്തിനുള്ളിലെ ഇരിപ്പിടങ്ങൾ ഭൂരിഭാഗവും രാവിലെ 7:30 നിറഞ്ഞു. സ്റ്റേഡിയത്തിന് പുറത്ത് 9 മണി കഴിഞ്ഞും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ജനത്തിരക്ക്. കൊടിതോരണങ്ങളും ബാനറുകളും ചെറിയ ഫ്ലെക്സുകളുമായി പ്രവർത്തകർ. വലിയ ജാഗ്രതയിലും സുരക്ഷയിലുമാണ് തലസ്ഥാനം. പാസ് ഉള്ളവരെ മാത്രമാണ് ബാരിക്കേഡ് കടത്തിവിടുന്നത്. സ്റ്റേഡിയത്തിന് പുറത്ത് തിങ്ങി നിറഞ്ഞ ജനാവലി. പ്രതിപക്ഷ നേതാക്കളെയും വേദിയിലിരുത്തിയാണ് വി.ഡി. സതീശന്റെ ഈ സത്യപ്രതിജ്ഞ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സി.പി.ഐ. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അടക്കമുള്ള നേതാക്കൾ വേദിയിൽ. പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ആവേശക്കടലിളക്കിയാണ് വേദിയിൽ നിറഞ്ഞത്. സമാനതകളില്ലാത്ത ആരവം. ജനാവലി ഒരു പുതിയ സർക്കാരിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമല്ല ഇവിടെ നടത്തുന്നത്, മറിച്ച് പ്രതീക്ഷാ നിർഭരമായ ഒരു തുടക്കം. LDFന്റെ ഇരുണ്ട യുഗത്തിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടുവെന്ന് ജനങ്ങൾ പറയുന്നു. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ശരിയെന്ന് ഈ ജനാവലി സാക്ഷ്യപ്പെടുത്തുന്നുവെന്നാണ് വി.എം. സുധീരന്റെ പ്രതികരണം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് രാഹുൽ ഗാന്ധിയെ ഏറ്റവുമധികം നിർബന്ധിച്ച വ്യക്തിയാണ് വി.എം. സുധീരൻ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേൽക്കുമ്പോൾ ഏറെ അപൂർവതകളുണ്ട് ഈ മന്ത്രിസഭയ്ക്കും സത്യപ്രതിജ്ഞയ്ക്കും. വി.ഡി. സതീശനൊപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 1982 കരുണാകരൻ സർക്കാരിന് ശേഷം UDFന്റെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് ഇതാദ്യം. ഒരു പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് UDF അധികാരത്തിലേറുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ വടക്കൻ കേരളത്തിൽ നിന്ന് കൂട്ടമായി തിരുവനന്തപുരത്തേക്ക് ഒഴുകി. മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കേരളത്തിന്റെ തലസ്ഥാനം ഖദറിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച. KPCC ആസ്ഥാനം മുതൽ സെൻട്രൽ സ്റ്റേഡിയം വരെ തൂവെള്ള കടലായി മാറിയിരിക്കുന്നു തലസ്ഥാനം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും ആവേശ കൈമാറ്റത്തിന്റെ ആവേശം പങ്കിടാനുമായി കോൺഗ്രസ് പ്രവർത്തകർ ഒഴുകിയെത്തുമ്പോൾ നേതാക്കൾ ആവേശക്കൊടുമുടിയിൽ. 1,00,000-ലധികം പേരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി തലസ്ഥാനത്തേക്ക് എത്തിയത്. നഗരത്തിലെ ഹോട്ടൽ മുറികളൊക്കെ നിറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ എല്ലാ ജില്ലകളിൽ നിന്നും സാധാരണ പ്രവർത്തകർ മുതൽ നേതാക്കൾ വരെ തിരുവനന്തപുരത്തേക്ക് എത്താൻ തുടങ്ങിയിരുന്നു. തിരക്ക് കാരണം പല ഹോട്ടലുകളും ഓൺലൈൻ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തി. 10-20 മുറികൾ ഒരുമിച്ച് ബുക്ക് ചെയ്ത് കൂട്ടത്തോടെ ആളുകൾ എത്തിച്ചേരുന്ന അപൂർവ കാഴ്ച. അവസാന നിമിഷം പാസുകൾ ഒപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് പ്രവർത്തകർ. ചടങ്ങ് കളറാക്കുമെന്നാണ് പ്രവർത്തകരുടെ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ UDF നേതാക്കൾക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ കൈകൊടുക്കുന്ന കാഴ്ച ഏറെ കൗതുകമുണർത്തി. ജനങ്ങൾക്ക് ആവേശമുണർത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കുന്നു. 10 വർഷ ഭരണ തുടർച്ചയ്ക്ക് വിരാമമിട്ട് UDF അധികാരത്തിൽ തിരിച്ചെത്തിയതിൻ്റെ ആവേശത്തിലാണ് കേരളം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി. വേദിയിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം മതിയെന്നാണ് നേരത്തെ ലോക്ഭവൻ അറിയിച്ചിരുന്നത്.
സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുപിന്നാലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വി ഡി സതീശൻ തന്റെ കരുത്ത് തെളിയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ലക്ഷ്യമിട്ട് വിപ്ലവകരമായ ചില ജനകീയ പ്രഖ്യാപനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വി ഡി സതീശൻ പ്രഖ്യാപിക്കും. ആശാപ്രവർത്തകരുടെ ഓണറേറിയം കൂട്ടുമെന്നും കൊച്ചി മാതൃകയിൽ സംസ്ഥാനത്താകെ ഇന്ദിരാ ക്യാൻറ്റീനുകൾ സാർവത്രികമാക്കുമെന്ന പ്രഖ്യാപനവും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിരവധി പ്രത്യേകതകളുണ്ട് ഇപ്പോൾ അധികാരമേറ്റെടുത്തിരിക്കുന്ന ഈ മന്ത്രിസഭയ്ക്ക്. ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗും മന്ത്രിസ്ഥാനത്തിന് ടേം ഏർപ്പെടുത്തി. കോഴിക്കോടിന് മന്ത്രിസ്ഥാനമില്ലാത്തതുകൊണ്ട് പാറയ്ക്കൽ അബ്ദുള്ളയെ 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിയാക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചു. ക്യാബിനറ്റ് പദവിയിൽ എത്തിയിരിക്കുന്നത് 3 വനിതകൾ. ബിന്ദു കൃഷ്ണ, കെ എ തുളസി എന്നിവർ മന്ത്രിസഭയിലും ഷാനിമാൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലും. 1960-64 എ നഫീസത്തിനു ശേഷം ആദ്യമായാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നത്. യുവത്വമുള്ള മന്ത്രിസഭയാണ് വി ഡി സതീശൻ ടീമിൻ്റെ പ്രത്യേകത. ആദ്യമായി MLA ആയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിനെ മന്ത്രിയാക്കിയത് തികച്ചും അപ്രതീക്ഷിതം. ഗ്രൂപ്പ് അവകാശങ്ങളിൽ പോലും ഒരിടത്തും ഇടം പിടിക്കാത്ത OJ ജനീഷ് അപ്രതീക്ഷിതമായി അവസാന റൗണ്ടിൽ മന്ത്രിപ്പട്ടികയിൽ. 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയടക്കം 16 പേർ പുതുമുഖങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല എന്നിവരാണ് ഭരണരംഗത്തെ കാരണവന്മാർ. കെ മുരളീധരൻ, AP അനിൽകുമാർ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവർ ഭരണ പരിചയമുള്ളവർ. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അണുവട വ്യതിചലിക്കില്ല എന്നാണിപ്പോൾ വി ഡി സതീശൻ്റെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയായാലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ താൻ ഇരിക്കുമെന്ന് സതീശൻ പറയുന്നു. ഞാൻ വിമർശിക്കപ്പെടണമെന്നതാണ് സതീശൻ മാധ്യമങ്ങളോട് പറയുന്നത്. മാധ്യമങ്ങൾ നല്ലത് മാത്രം പറയണമെന്നില്ല, വീഴ്ചകൾ ചൂണ്ടിക്കാട്ടണം. തിരുത്തൽ ശക്തികളായി എപ്പോഴും മാധ്യമങ്ങൾ ഉണ്ടായിരിക്കണമെന്നതാണ് സതീശൻ്റെ വാക്കുകൾ. വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകും. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് താൻ എന്ന് സതീശൻ പറഞ്ഞു. ആകാശത്ത് നിന്ന് വാർത്തകൾ ഉണ്ടാക്കരുത്. പുതിയുഗ പിറവിക്കാണ് UDF എത്തുന്നത്. ആ ഉത്തരവാദിത്തം മാധ്യമങ്ങളുടേതു കൂടിയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാവണം ഭരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇഷ്ടമുള്ള വകുപ്പ് തിരഞ്ഞെടുക്കാൻ. ജനങ്ങൾക്ക് താൻ സ്വൈര്യജീവിതമൊരുക്കും. മന്ത്രിസ്ഥാനത്തെത്താൻ ഒരു പോരാട്ടവും നടത്തിയിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല. സത്യപ്രതിജ്ഞ കാണാനെത്തിയവർ പോലീസ് നിയന്ത്രണം മറികടന്ന് തള്ളിക്കയറുന്ന ദൃശ്യങ്ങൾ കൗതുകമുണർത്തി. അവരെ തടയേണ്ട എന്ന് പോലീസിനോട് കൽപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം. എല്ലാവർക്കും നന്ദി. ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യം കൂടെയുണ്ട് എന്ന് PC വിഷ്ണുനാഥ്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളും. ഉമ്മൻചാണ്ടിയെപ്പോലെ ആവാൻ ആർക്കും സാധിക്കില്ല. എന്നെ വിജയിപ്പിച്ച കുണ്ടറക്കാർക്ക് നന്ദി. പരിഭവങ്ങൾ സ്വാഭാവികമെന്ന സണ്ണി ജോസഫ്. പ്രാർത്ഥിച്ചൊരുക്കുകയാണ്. പരിഭവങ്ങളൊക്കെ സ്വാഭാവികം. എല്ലാ വിഷയങ്ങളും പരിഹരിക്കും. സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോഴും പരിഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഒരു ടീമായി UDF മുന്നോട്ട് പോകും. തികഞ്ഞ പ്രതീക്ഷയിലാണ് കേരളം. ടീം UDF അധികാരമേറ്റെടുക്കുമ്പോൾ ഇതാ തലസ്ഥാനത്ത് ഖദറിൻ്റെ ഇളക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.